നമസ്കാരം. പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകനും 24 ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ബി ദിലീപ് കുമാർ 24 ന്യൂസിൽ നിന്നും പടിയിറങ്ങി. വാർത്താമാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നേക്കാവുന്ന ഈ ചുവടുവെപ്പിലൂടെ ന്യൂസ് മലയാളം ചാനലിന്റെ പുതിയ മേധാവിയായി അദ്ദേഹം ഇനി ചുമതലയേൽക്കും. ഇന്ത്യൻ മാധ്യമ ലോകത്ത് തന്നെ മാതൃകാപരമായ നിരവധി എക്സ്ക്ലൂസീവ് വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിച്ച പരിണിതപ്രജ്ഞനായ മാധ്യമ പ്രവർത്തകനാണ് ദിലീപ് കുമാർ. രാജ്യത്തെയും സംസ്ഥാനത്തെയും പിടിച്ചുകുലുക്കിയ പല ദേശീയ വാർത്താ ബ്രേക്കിങ്ങുകളും അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുണ്ട്. അജ്മൽ കസബിനെ പൂനെ യർവാദ ജയിലിൽ അതീവ രഹസ്യമായി തൂക്കിലേറ്റിയ വിവരവും ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ തടിയൻറ്റവഴ നസീറിനെയും കൂട്ടാളിയെയും ബംഗ്ലാദേശിൽ നിന്നും പിടികൂടിയ വാർത്തയും ആദ്യമായി രാജ്യത്തെ അറിയിച്ചത് ദിലീപിന്റെ മാധ്യമ ചാതുര്യമായിരുന്നു. 1998-ൽ സൂര്യ ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടറായി തുടക്കം കുറിച്ച അദ്ദേഹം പിന്നീട് അതേ സ്ഥാപനത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫായി ഉയർന്നു. തുടർന്ന് ഇന്ത്യ വിഷനിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായും ദുബായ് റേഡിയോ റെഡ് FM-ലും പ്രവർത്തിച്ചു. 2016-ൽ ന്യൂസ് 18 അസോസിയേറ്റഡ് എഡിറ്ററായും 2017-ൽ ടൂറിസം ന്യൂസ് ലൈവിന്റെ ചീഫ് എഡിറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2018 മുതൽ 24 ന്യൂസിന്റെ ഭാഗമായി മാറിയ ദിലീപ് കുമാർ തിരുവനന്തപുരം റീജിയണൽ ചീഫ് സ്ഥാനത്ത് നിന്നാണ് എക്സിക്യൂട്ടീവ് എഡിറ്ററായി വളർന്നത്. വലിയ സാമ്പത്തിക നിക്ഷേപത്തോടെ ആരംഭിച്ച ന്യൂസ് മലയാളം ചാനലിന്റെ ഭരണം ചില തീവ്ര ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ കൈയടക്കിയതോടെ ചാനലിന്റെ നിഷ്പക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരുന്നതായി കടുത്ത വിമർശനങ്ങളുണ്ടായിരുന്നു. ചാനൽ ഉടമകൾ നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് CPM അനുകൂല നിലപാടുകളിലേക്ക് ചാനലിനെ എത്തിച്ചതായി മാധ്യമ ലോകത്ത് ആക്ഷേപമുയർന്നു. എന്നാൽ അടുത്തിടെ സ്ഥാപനത്തിന്റെ ഭൂരിപക്ഷ ഓഹരികളും മറ്റൊരു പ്രമുഖ ഗ്രൂപ്പ് സ്വന്തമാക്കിയതോടെയാണ് ചാനലിൽ വലിയ അഴിച്ചുപണികൾക്ക് കളമൊരുങ്ങിയത്. ചാനലിന്റെ നഷ്ടപ്പെട്ട നിഷ്പക്ഷത തിരിച്ചുകൊണ്ടുവരാനും പ്രേക്ഷക ശ്രദ്ധ നേടാനുമുള്ള പുതിയ മാനേജ്മെന്റിന്റെ കൃത്യമായ നീക്കത്തിന്റെ ഭാഗമായാണ് ബി ദിലീപ് കുമാറിനെ പോലൊരു പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകനെ ചാനലിന്റെ മേധാവിയായി നിയമിക്കുന്നത്. ദിലീപിന്റെ വരവോടെ ന്യൂസ് മലയാളം കേരളത്തിലെ പ്രമുഖ ചാനലുകൾക്ക് കടുത്ത വെല്ലുവിളിയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഒടുവിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററും രാജിവെച്ചിരിക്കുകയാണ്. 24 ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററും മികച്ച മാധ്യമ പ്രവർത്തനമായ ബി ദിലീപ് കുമാർ തന്നെയാണ് പടിയിറങ്ങുന്നത്. ന്യൂസ് മലയാളം വാർത്താ ചാനലിന്റെ മേധാവിയായി ഇനി ബി ദിലീപ് കുമാർ ചുമതലയേൽക്കും. താരതമ്യേന ശൈശവദശയിലുള്ള ന്യൂസ് മലയാളം ചാനലിന്റെ അമരത്തേക്ക് ദിലീപ് വരുമ്പോൾ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രതീക്ഷകൾ ഏറെയുണ്ട്. വലിയ മുതൽമുടക്കോടെ തുടങ്ങിയ ചാനലാണ് ന്യൂസ് മലയാളം. ചാനൽ മുതലാളിമാർ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഫ്രീ ഹാൻഡ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ചാനലിന്റെ നിഷ്പക്ഷ സ്വഭാവം മാറി അത് പൂർണ്ണമായും അർത്ഥത്തിൽ ഇടതുപക്ഷ ചായ്വിലേക്ക് മാറിയ ഒരു സാഹചര്യമുണ്ടെന്ന് വിമർശനം ഉയർന്നിരുന്നു. ഹർഷൻ സനീഷ് എന്നീ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരാണ് ന്യൂസ് മലയാളത്തിന്റെ ന്യൂസ് ഡയറക്ടർമാരായി മാറിയത്. ചാനലിനെ അവർ ഇടതുപക്ഷ ആലയിൽ കൊണ്ടുചെന്ന് കെട്ടിയെന്ന ആക്ഷേപം ശക്തമാണ്. CPM ചാനലായ കൈരളിയേക്കാൾ വലിയ CPM ചായ്വ് ചാനലിന് കൈവന്നുവെന്നും ആക്ഷേപമുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലേക്കാണ് പുതിയ ആൾ എത്തുന്നത്. എന്തായാലും ശൈശവദിശയിലുള്ള ന്യൂസ് 24 മലയാളം ചാനലിന് ഒരു പുതിയ വേഗത അദ്ദേഹത്തിന്റെ വരവോടുകൂടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.